നമസ്കാരം. പ്രധാന വാർത്തകൾ. കോൺഗ്രസിന്റെ മാത്രം ഭരണമല്ല, UDFന്റെ ഭരണമാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല. ജാതി മത വർഗീയ ശക്തികൾ കേരളത്തിൽ പിടിമുറുക്കുകയാണെന്ന് VM സുധീരൻ. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരളയുടെ ഇടുക്കി ജില്ലാ സമ്മേളനം തൊടുപുഴയിൽ നടന്നു. വാർത്തകൾ വിശദമായി. കോൺഗ്രസിന്റെ മാത്രം ഭരണമല്ല, UDFന്റെ ഭരണമാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല. 2006 മുതൽ കേരള രാഷ്ട്രീയം UDFനും കോൺഗ്രസിനും അനുകൂലമാണെന്നും ചെന്നിത്തല പറഞ്ഞു. UDF സർക്കാരിന്റെ വികസന പരിപാടികൾക്കുള്ള അംഗീകാരമാണ് ഉപതെരഞ്ഞെടുപ്പുകളിലെ UDF വിജയമെന്നും ചെന്നിത്തല പറഞ്ഞു. NGO അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം തൊടുപുഴയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ചെന്നിത്തല. ഈ ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് 17 മാസത്തിനകം രണ്ട് ഉപതെരഞ്ഞെടുപ്പുകളെ നമുക്ക് നേരിടേണ്ടിവന്നു. തെരഞ്ഞെടുപ്പിൽ 184 വോട്ടിന് TM ജേക്കബ് ജയിച്ച സ്ഥാനത്ത് 13,070 വോട്ടിന് അനൂപ് ജേക്കബിനെ നമുക്ക് ജയിപ്പിക്കാൻ കഴിഞ്ഞു. അനൂപ് ജേക്കബിന്റെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ അവസാന ദിവസമാണ് നെയ്യാറ്റിൻകര MLA സെൽവരാജ് രാജിവെച്ചത്. അപ്പോൾ പറഞ്ഞു, ഗർവമല്ല, നെയ്യാറ്റിൻകര അവിടെ UDF ജയിക്കില്ല എന്ന പ്രവർത്തനമായിരുന്നു. 6,700 വോട്ടിന് തമ്പാനൂർ രവി പരാജയപ്പെട്ട സ്ഥാനത്ത് 6,300 വോട്ടിന് സെൽവരാജിനെ വിജയിപ്പിച്ചുകൊണ്ട് കണക്ക് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ 13,000 വോട്ടുകളുടെ പ്രതിപക്ഷത്തോടെ നെയ്യാറ്റിൻകരയിൽ UDF നേടാൻ കഴിഞ്ഞു. LDF ഒരു തെരഞ്ഞെടുപ്പിലും ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വസ്തുത നമ്മൾ വിലയിരുത്തേണ്ടതല്ലേ? 2006 മുതൽ കോൺഗ്രസിന് വിജയങ്ങളല്ലാതെ പരാജയങ്ങൾ ഉണ്ടായിട്ടില്ല. 2006 മുതൽ കേരള രാഷ്ട്രീയത്തിലെ നിർണായകമായ ശക്തിയായി UDFും കോൺഗ്രസ് പാർട്ടിയും ചരിത്ര വിജയങ്ങൾ മാത്രം ആവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് നിസ്സാരപ്പെട്ട ഒരു കാര്യമല്ല. 2006 മുതൽ ഇതുവരെ കേരള രാഷ്ട്രീയം കോൺഗ്രസിനും UDFിനും അനുകൂലമായി നിൽക്കുന്നു എന്നുള്ള വസ്തുത നമ്മൾ വിലയിരുത്തേണ്ട കാര്യം തന്നെയാണ്. നമ്മൾ വിജയത്തിന്റെ പാതയിലാണ്. അതിന് കാരണം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയും UDFും ജനങ്ങളോടൊപ്പം നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ജാതി മത വർഗീയ ശക്തികൾ കേരളത്തിൽ പിടിമുറുക്കുകയാണെന്ന് VM സുധീരൻ. വിഭാഗീയതയിലേക്ക് കേരള സമൂഹത്തെ തള്ളിവിടാനുള്ള ശ്രമമാണ് നടക്കുന്നത്. വിലപേശാൻ കൂടുതൽ കെൽപ്പുള്ളവരാവുകയാണ് സമുദായ നേതാക്കളുടെ ലക്ഷ്യം. ഇതിനെതിരെ കൂടുതൽ ജാഗ്രത വേണമെന്നും സുധീരൻ പറഞ്ഞു. NGO അസോസിയേഷൻ സംസ്ഥാന സമ്മേളന പ്രതിനിധികളെ അഭിസംബോധന ചെയ്ത് തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് പാരിഷ് ഹാളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അവർ വളരെ സംഘടിതമായി അവർക്ക് വിലപേശൽ ആരംഭിച്ചിരിക്കുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. അവർ പറയുന്ന കാരണങ്ങൾ അവർക്ക് ന്യായീകരിക്കാൻ സാധിക്കുന്ന പല കാരണങ്ങളുണ്ടാകാം. പക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം സാമുദായികമായ, ജാതീയമായ, വർഗീയമായ ചേരിയിലേക്ക്, വിഭാഗീയതയിലേക്ക്, വിഭജനത്തിലേക്ക് കേരളീയ സമൂഹത്തെ എത്തിക്കുന്നതിനുള്ള സംഘടിതമായ ശ്രമം ഒരു ഭാഗത്ത് നടക്കുകയാണ്. അതിനാവശ്യമായ പ്രകടനം നടക്കുകയാണ്. ആ ഒരു ഭാഗത്ത് രാഷ്ട്രീയ പ്രതിപക്ഷ കക്ഷികളുടെ UDFിനെതിരായിട്ടുള്ള സംഘടിതമായ പ്രവർത്തനം, മറുഭാഗത്ത് തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി തങ്ങൾക്ക് നേട്ടങ്ങളുണ്ടാക്കുന്നതിന് തങ്ങൾക്ക് അതാത് കാലത്ത് അധികാരത്തിൽ വരുന്ന ഭരണകൂടങ്ങളോട് വിലപേശൽ നടത്തുന്നതിന് കൂടുതൽ കെൽപ്പുള്ളവരായി മാറുന്നതിന് വേണ്ടി അവർ നടത്തുന്ന പ്രചരണ പ്രവർത്തനങ്ങൾ
ഇത് രണ്ടും പുരോഗമിക്കുക. അത് കാണുന്ന അവസരത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ അത് രാഷ്ട്രീയ തലത്തിലുള്ള പ്രവർത്തനങ്ങളാകട്ടെ ഭരണതലത്തിലുള്ള പ്രവർത്തനങ്ങളാകട്ടെ വളരെ വളരെ കരുതലോടുകൂടി ജാഗ്രതയോടുകൂടി സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധയോടുകൂടി വേണം. ഈഴവ യുവാക്കളാണ് നാളെ ഇവിടെ തീവ്രവാദികളാകാൻ പോകുന്നതെന്ന് തുഷാർ വെള്ളാപ്പള്ളി. സ്വന്തം രാജ്യത്ത് അവനവന് കിട്ടേണ്ട അവകാശങ്ങൾ നിഷേധിക്കുമ്പോഴാണ് തീവ്രവാദികൾ ഉണ്ടാകുന്നത്. കയർ, കശുവണ്ടി മേഖലകളെല്ലാം അവഗണനയിലാണെന്നും 2-3 ജില്ലകളിൽ മാത്രം സ്വാധീനമുള്ള പാർട്ടി കേരളം ഭരിക്കുന്നവരായി അവകാശപ്പെടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ചെറായിക്കൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തോടനുബന്ധിച്ച് നിർമ്മിച്ച ഗുരുദേവ ഓഡിറ്റോറിയത്തിന്റെയും പ്ലേ സ്കൂളിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വ്യവസായികളെയാണെങ്കിലും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ നമ്മുടെ തൊഴിൽ മേഖലയുടെ അവസ്ഥ എന്താണ്? ഇവിടുത്തെ കയർ വ്യവസായം എടുത്താൽ, കളിയത്തെ വ്യവസായം എടുത്താൽ, കശുവണ്ടി വ്യവസായം എടുത്താൽ, ഇവിടുത്തെ കൈത്തറി വ്യവസായം എടുത്താൽ, ഈ വ്യവസായം നമ്മുടെ സമുദായവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ വ്യവസായങ്ങളെയും സർക്കാരുകൾ മുഴുവൻ സംഘടിതമായി നിന്നുകൊണ്ട് തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിലാണ് വെറും മലപ്പുറത്ത് 2-3 ജില്ലകളിൽ നിന്ന് 2-2.5 ജില്ലയിൽ നിന്നിരിക്കുന്ന ചില രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത് ഞങ്ങൾ കേരളം ഭരിക്കും, ഞങ്ങൾ ഇഷ്ടമുള്ളവർക്ക് എഴുതി കൊടുക്കും എന്ന് പറയുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഇതിനെതിരെ പ്രതികരിക്കണ്ടേ? ഈ രാജ്യത്ത് ജീവിക്കാനുള്ള അവരെ പോലെ തന്നെ ജീവിക്കാൻ അവകാശമുള്ള സമുദായമാണ് ഇവിടുത്തെ ഈഴവ സമുദായം. ഇവിടെ നമ്മളെ സംബന്ധിച്ചോളം ഇവിടെ പലപ്പോഴും തീവ്രവാദികൾ പറയുന്നത് എന്താണ്? അവനവന്റെ രാജ്യത്ത് അവന് കിട്ടേണ്ട അവകാശം കിട്ടാത്തത് കൊണ്ടാണ് അവൻ തീവ്രവാദിയായി മാറിയത് എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ നമുക്ക് കാണുവാൻ കഴിയും. നാളെ ഇവിടെ തീവ്രവാദികളായി മാറാൻ പോകുന്നത് ഇവിടുത്തെ ഈഴവ ചെറുപ്പക്കാരായിരിക്കും. കാരണം ഈ രാജ്യത്ത് സർക്കാരുകൾ മാറി മാറി വരുമ്പോൾ നമ്മളെ പാർശ്വവൽക്കരിച്ച് ഒരു തരത്തിലുള്ള സഹായങ്ങളും നൽകാതെ ഇവിടെ എവിടെ അഡ്മിഷൻ വരുമ്പോഴും അപ്പോയിന്റ്മെന്റുകൾ വരുമ്പോഴും ഗവൺമെന്റ് തൊഴിൽ കിട്ടുന്ന അവസ്ഥ വരുമ്പോൾ പോലും നമ്മുടെ ആളുകളെ മാത്രം മാറ്റി നിർത്തുന്ന ഈ അവസ്ഥ തുടർന്നാൽ ഈ രാജ്യത്തിന് തന്നെ ഒരുപാട് ഭീഷണി നേരിടേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിനെ വളരെ ശക്തമായി തന്നെ എതിർക്കുന്നത്. ഇന്ന് മലബാറിൽ അടുത്ത ഫെബ്രുവരി 2-ാം തീയതി വലിയ ഒരു സമ്മേളനം നടക്കുവാൻ വേണ്ടി പോവുകയാണ്. അതിന്റെ അവിടെയുള്ള മുഴുവൻ സമുദായത്തെ അംഗങ്ങളോടും അതുപോലെ തന്നെ മറ്റ് തുല്യതുല്യരായിട്ടുള്ള മുസ്ലിം സമുദായത്തിൽ തന്നെ ആ സമുദായത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളെ കൊണ്ട് യാതൊരു സഹായമുള്ളവരല്ല. അവരെ സംബന്ധിച്ചുള്ള എന്താണ്? അവരുടെ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് ഗുണം കിട്ടുന്ന കുറെ പ്രവർത്തനങ്ങൾ മാത്രം ചെയ്യുകയും അതുപോലെ അവരുടെ സമുദായത്തിൽപ്പെടുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് കണ്ണിൽ പൊടിയിടുവാൻ വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്യുന്ന ഈ അവസ്ഥ ഇത് മുഴുവൻ ആളുകളെയും കേരള സമൂഹത്തിൽ തുറന്നു കാണിച്ചുകൊണ്ട് SNDPയും NSSും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിന് വരെ ബുദ്ധിമുട്ടാണ്. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരളയുടെ ഇടുക്കി ജില്ലാ സമ്മേളനം ജലവിഭവ വകുപ്പ് മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ജെയിംസ് ജോസഫിന്റെ അധ്യക്ഷതയിൽ തൊടുപുഴ മുനിസിപ്പൽ മൈതാനിയിലാണ് ഉദ്ഘാടനം നടന്നത്. PT തോമസ് MP വിശിഷ്ടാതിഥിയായിരുന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് VS മീരാണ്ണൻ ആദ്യകാല സംസ്ഥാന ജില്ലാ നേതാക്കളെ ആദരിച്ചു. മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ്, മാരിയിൽ കൃഷ്ണൻ നായർ, KG ഗോപകുമാർ, KK തോമസ്, അഡ്വക്കേറ്റ് ജോസഫ് ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സിനെല്ലാം വളരെ ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ്. പരമ്പരാഗതമായ ആളുകൾ പണിയെടുത്ത് പരിചയം നേടി ഈ രംഗത്ത് വന്ന് പ്രവർത്തിക്കുന്നു. എന്നാൽ ന്യൂ ജനറേഷൻ വെഹിക്കിൾസ് വന്നതോടുകൂടി ഈ രംഗത്തെ പ്രവർത്തനങ്ങൾ വളരെ ചുരുങ്ങിയിരിക്കുകയാണ്. നമ്മുടെ പുതിയ വെല്ലുവിളികളാണ് നിങ്ങൾക്കുള്ളത്. എങ്ങനെ ഈ കാലഘട്ടത്തിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാമെന്നുള്ള വെല്ലുവിളി നിങ്ങളുടെ മുമ്പിലുണ്ട്. പ്രത്യേകിച്ച് കാറുകൾക്കാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. മറ്റ് വലിയ വെഹിക്കിൾസിന് കുറെ കൂടി ഈ വർക്ക്ഷോപ്പുകളെ ആശ്രയിക്കേണ്ടതായിട്ട് വരും. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധമായ ഭാവങ്ങളും നേരുന്നു. ഈ അസോസിയേഷന്റെ പ്രവർത്തനം സംസ്ഥാന വ്യാപകമായി നല്ല നിലയിൽ നടന്നുകൊണ്ടിരുന്നു. ഒട്ടേറെ ആനുകൂല്യങ്ങൾ അംഗങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു വലിയ അംഗീകാരമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജില്ലാ സമ്മേളനം ഇത്ര വിജയകരമായി ഇവിടെ നടത്താൻ കഴിഞ്ഞത്. ബന്ധപ്പെട്ട എല്ലാവരെയും അഭിനന്ദിക്കുന്നു. AIBEA ദേശീയ സമ്മേളനത്തിന് മുന്നോടിയായി തൊടുപുഴയിൽ വിവിധ പരിപാടികൾ നടന്നു. രക്ത, നേത്ര, അവയവദാന സമ്മതപത്ര ക്യാമ്പയിൻ നടന്നു.
ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രൊഫസർ ഷീല സ്റ്റീഫൻ ഉദ്ഘാടനം ചെയ്തു. ജോയിന്റ് കൗൺസിൽ ജില്ലാ സെക്രട്ടറി എ സുരേഷ് കുമാർ, AIBEA നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. സംഘടന നടപ്പാക്കുന്ന ബാങ്കിംഗ് സാക്ഷരതാ യജ്ഞത്തിന്റെ ഭാഗമായുള്ള കൈപ്പുസ്തക പ്രകാശനവും ഇന്ന് നടന്നു. കേരളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായി നമ്മൾ തട്ടിച്ചു നോക്കുമ്പോൾ അത് വിദ്യാഭ്യാസ രംഗത്ത് പരിശോധിച്ചാലും ആരോഗ്യ രംഗത്ത് പരിശോധിച്ചാലും മറ്റ് സമസ്ത മേഖലയിൽ പരിശോധിക്കുമ്പോൾ ഇന്ത്യയിലെ മറ്റ് ഇതര സംസ്ഥാനങ്ങളേക്കാൾ വളരെ മുമ്പിലാണ് കേരളം. അത് ഗണ്യമായ വളർച്ചയുടെ പാതയിൽ വന്നതിന് ഫലമായി കേരളത്തിലെ ജനങ്ങളുടെ ആയുസ് പോലും നമ്മുടെ രാജ്യത്തിന്റെ ആവറേജിനേക്കാൾ എത്രയോ ഉയർന്നതാണ്. അപ്പൊ കേരളത്തിലെ ബാങ്കിംഗ് സംവിധാനം മാത്രമല്ല ചോദിക്കുന്നത്. തൊടുപുഴയിൽ നമ്മൾ ആലോചിക്കുമ്പോൾ പോലെ ജനങ്ങൾ ചോദിച്ചാൽ മതി എന്ന് ഉത്തരം. എന്നാൽ അതുപോലെ ഉണ്ടാകാൻ നിരവധിയായ മേഖലകൾ ഈ രാജ്യത്തുണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവരെ ഈ മേഖലയിൽ കടത്തിക്കൊണ്ടുവരുവാൻ തീവ്രമായ ശ്രമത്തിൽ ഏറ്റവും കൂടുതൽ ഒരു അഡ്മിനിസ്ട്രേഷൻ നടക്കുകൊണ്ട് പ്രവർത്തിക്കേണ്ടത് ബാങ്കിംഗ് ജീവനക്കാർ തന്നെയാണ്. ആ ബാങ്കിംഗ് ജീവനക്കാരുടെ മേഖലയിൽ നമുക്ക് കുറേയേറെ മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. 24 മണിക്കൂർ പൈസ എടുക്കാനുള്ള സംവിധാനം തുടർച്ചയിലെ കാര്യമല്ല. 24 മണിക്കൂറും ഉപയോഗിച്ച് പണം നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന സംവിധാനം. നമ്മുടെ അക്കൗണ്ടിൽ എത്ര രൂപയുണ്ടെന്ന് ഇന്റർനെറ്റിൽ നിന്ന് വീട്ടിൽ നമുക്ക് പരിശോധിക്കുവാൻ കഴിയുന്ന സംവിധാനം. അതുപോലെ തന്നെ ഒരു ചെറിയ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൊബൈലിലേക്ക് അതിന്റെ വിവരങ്ങൾ എത്തിക്കുന്ന സംവിധാനം. അതുപോലെ എനിക്ക് പ്രവർത്തക അക്കൗണ്ടിൽ ആ ഡെബിറ്റിലേക്ക് ഇത്ര രൂപ മാറ്റുവാനുള്ള സംവിധാനം. ഇതൊക്കെ ആധുനിക സാങ്കേതിക വിദ്യയുടെ ഫലമായി ഇന്ത്യയിൽ വളർന്നു വന്ന മാറ്റത്തിന്റെ ഫലമായി ബാങ്കിംഗ് മേഖല കുതിച്ചുചാട്ടത്തിലൂടെ വളരെയേറെ. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എംപ്ലോയീസ് ഫെഡറേഷൻ സംസ്ഥാന വാഹന പ്രചരണ ജാഥയ്ക്ക് തൊടുപുഴയിൽ വരവേൽപ്പ് നൽകി. EC സതീശൻ ക്യാപ്റ്റനും V ശ്രീനിവാസൻ വൈസ് ക്യാപ്റ്റനുമായുള്ള ജാഥയാണ് പര്യടനം നടത്തുന്നത്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രംഗത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ അരക്ഷിതാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ജാഥ സംഘടിപ്പിച്ചിരിക്കുന്നത്. തൊടുപുഴയിൽ നടന്ന സ്വീകരണ സമ്മേളനം AITUC നേതാവ് K സലീംകുമാർ ഉദ്ഘാടനം ചെയ്തു. ചില ആളുകളുടെ താല്പര്യപ്രകാരം രാജ്യത്തെ ഭരണാധികാരികൾ പോലീസിന്റെ സഹായത്തോടുകൂടി അവരുടെ ജീവിതമാർഗത്തെ തടസ്സം ചെയ്യുന്ന തരത്തിൽ, അവരുടെ കുടുംബാംഗങ്ങളെ പീഡിപ്പിക്കുന്ന തരത്തിൽ, സ്വയം തൊഴിൽ ചെയ്ത് ജീവിക്കാൻ പോലും അവകാശമില്ലാത്തവർ എന്ന നിലയിൽ ഈ രംഗത്തെ തൊഴിലാളികളെ ഗവൺമെന്റ് പലതരത്തിലുള്ള നിയമ കുടുക്കുകളിൽപ്പെടുത്തി അവർക്ക് യഥാർത്ഥത്തിൽ പുറത്തിറങ്ങി നടക്കാൻ പോലും കഴിയാത്ത തരത്തിൽ പീഡിപ്പിക്കുന്ന സാഹചര്യമുണ്ടായപ്പോൾ പണിയെടുക്കുന്നവന് പണിയെടുക്കുവാനും പണിയെടുത്താൽ തൊഴില് സംരക്ഷിക്കുവാനും കൂലി വാങ്ങിക്കുവാനും ഇന്ത്യയുടെ ഭരണഘടന അനുവദിച്ചിട്ടുള്ള അവകാശം അത് സംരക്ഷിച്ചു കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് AITUC നിയമപരമായി ഗവൺമെന്റ് നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രംഗത്തുള്ള തൊഴിലാളികളെ അവർ കൊടുക്കുന്ന ഉൽപ്പന്നങ്ങൾ ശരിയെന്ന് ബോധ്യപ്പെട്ട് വാങ്ങിക്കുന്ന ഉപഭോക്താക്കൾ, അത്തരത്തിലുള്ള തൊഴിലാളികളെ സംഘടിപ്പിക്കുവാൻ വേണ്ടി AITUC തീരുമാനിച്ചത്. മഞ്ഞള്ളൂർ കോൺഗ്രസ് മണ്ഡലം ജനറൽ സെക്രട്ടറി കദളിക്കാട് നെല്ലിക്കുന്നേൽ മാത്യൂസ് ജോൺ നിര്യാതനായി. 33 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10:30 കദളിക്കാട് വിമലമാതാ പള്ളിയിൽ. ഭാര്യ റിൻസി തൊടുപുഴ കോപ്പറേറ്റീവ് പബ്ലിക് സ്കൂൾ അധ്യാപികയാണ്. മകൾ ഏഞ്ചൽ മരിയ. തൊടുപുഴ വടക്കുമുറി കാരക്കുന്നേൽ KN ബാലകൃഷ്ണപിള്ള നിര്യാതനായി. 74 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 11 വീട്ടുവളപ്പിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോൺഗ്രസിന്റെ മാത്രം ഭരണമല്ല, UDFന്റെ ഭരണമാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല. ജാതി മത വർഗീയ ശക്തികൾ കേരളത്തിൽ പിടിമുറുക്കുകയാണെന്ന് VM സുധീരൻ.
അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരളയുടെ ഇടുക്കി ജില്ലാ സമ്മേളനം തൊടുപുഴയിൽ നടന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.